കേരളത്തിലെ BJP ഘടകം ചടുലമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രപൂർവമായിട്ടാണ് ഓരോ ചുവടുവയ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നു. ഉയർന്ന നേതാക്കന്മാരെ തന്നെയാണ് പലയിടങ്ങളിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടക്കാരായിട്ട് രാജീവ് ചന്ദ്രശേഖർ നിയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേക ഉത്തരവ് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ മുതിർന്ന നേതാക്കന്മാർക്ക്, കേന്ദ്ര സഹമന്ത്രിമാർക്ക് വരെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് തൃശൂർ കൊടുത്തിരിക്കുകയാണ്. തൃശൂർ എടുക്കുമോ എന്നൊന്ന് അറിയണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കേട്ടതാണ് ഒരുപാട്. തൃശ്ശൂർ ഞാൻ അങ്ങ് എടുത്തു, തൃശ്ശൂർ എന്നെ അങ്ങ് എടുത്തു എന്നൊക്കെ. അത് ഒരു സിനിമാ ഡയലോഗ് പോലെയൊക്കെ തോന്നിയെങ്കിലും സുരേഷ് ഗോപിയെ തൃശ്ശൂർ അങ്ങ് എടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സകലരുടെയും പ്രവചനങ്ങളും സർവേയും ഞെട്ടിച്ചുകൊണ്ടാണ് 76,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കടന്നത്. ആ ഭൂരിപക്ഷം ഒന്നുകൂടി ഉറപ്പിക്കാനാണിപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഭൂരിപക്ഷമായിരുന്നോ, അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ വോട്ടാണോ എന്നുള്ളത് തീർച്ചപ്പെടുത്തണം. അത് സുരേഷ് ഗോപി തന്നെ തെളിയിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൃശൂർ കോർപ്പറേഷൻ പിടിച്ചു തരണം. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ഉത്തരവാണിത്. അവിടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി എന്നൊന്നുമില്ല. പാർട്ടിയുടെ തീരുമാനമാണ്. തൃശ്ശൂര് BJPക്ക് എടുക്കണം കോർപ്പറേഷൻ. അവിടെ എല്ലാ തരത്തിലും അനുകൂലമായ സാഹചര്യമാണ്. ഒരു MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂരിന് വലിയ വികസനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് B ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ വികസനം എന്നുകൊണ്ടുള്ള ഒരു പദയാത്ര തന്നെ തുടങ്ങി. അതിൽ പ്രമുഖരൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇതര മതസ്ഥർ പോലും, ക്രൈസ്തവരും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരും ഒക്കെ അതിൽ പങ്കെടുത്തു. അതൊക്കെ പാർട്ടിക്ക് ഒരു പുതുജീവൻ നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ എറണാകുളം നോക്കണം. എറണാകുളം ജില്ല എന്ന് പറയുന്നത് അത് കൂടുതൽ ക്രൈസ്തവരുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തില് LDF ഭരണം പിടിക്കുന്ന കാലത്തും LDF തരംഗം ഉണ്ടാകുന്ന സമയത്തും UDFന്റെ ഒരു പച്ച തുരുത്താണ് ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. ക്രൈസ്തവ വോട്ടുകളൊക്കെ എപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ ആ കാലം മാറി. അതുകൊണ്ട് ജോർജ് കുര്യനെ തന്നെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് ഒരു വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരന് വർക്കലയും കഴക്കൂട്ടവും നോക്കണം. ഈ രണ്ടിടങ്ങളിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലായിരിക്കും വി മുരളീധരൻ മത്സരിക്കാൻ പോകുന്നത്. ഈ വർക്കലയിലെ BJPക്ക് മുനിസിപ്പാലിറ്റി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഭരണം പിടിക്കാം. അതുപോലെ തന്നെ കഴക്കൂട്ടം എന്ന് പറയുന്നത്, കഴക്കൂട്ടത്ത് നിയമസഭാ മണ്ഡലത്തിലുള്ള വാർഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഭരണത്തിലേക്ക് അടുത്ത് നിൽക്കുന്നിടമാണ്. പ്രധാന പ്രതിപക്ഷമാണ്. കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഡൽഹിയിലെ അതേ സ്ഥിതിയിലാണ്. സംപൂജ്യരായി മാറാൻ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു. ഇപ്പം ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. 7-8 പേരുണ്ട്, നിശബ്ദരാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി സംപൂജ്യരായി മാറുകയും ചെയ്യും. അപ്പോൾ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകൾ BJPയുടേതാക്കി തിരുവനന്തപുരം നഗരസഭയിൽ എത്തിക്കണം. ഈ ചുമതല കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരനാണ്. അതുപോലെ തന്നെ വർക്കല മുനിസിപ്പാലിറ്റി പിടിക്കണം. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വി മുരളീധരൻ മത്സരിക്കും. അത്
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ചു കൂടിയിരിക്കും. അതുപോലെ തിരുവനന്തപുരം നഗരസഭയാണ് ഏറ്റവും പ്രധാനമായിട്ട് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമാണ് BJP ഏറ്റവും കൂടുതലായിട്ടും ഉന്നം വെച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കോർപ്പറേഷനിലെ ഈ നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും മത്സരിക്കുക. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ ആ തിരുവനന്തപുരം നേമം നിയോജക മണ്ഡലത്തിലെ മിക്ക വാർഡുകളും BJPക്ക് അനുകൂലമാണ്. RSSന്റെ കൂടുതൽ ശാഖകളുള്ള ഇടം കൂടിയാണ് നേമം നിയമസഭാ മണ്ഡലം. അപ്പോൾ അവിടെ കൂടുതൽ BJPക്ക് വേരോട്ടമുള്ള ഇടമാണ്. അത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയും നിയമസഭയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനും പിടിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലും വട്ടിയൂർക്കാവിലെ ഒരു 10 വാർഡുകളിൽ കൃഷ്ണകുമാറിന് കൊടുത്തിരിക്കുകയാണ്. നടൻ കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കൃഷ്ണകുമാറാണ്. BJPക്ക് വലിയ സ്വാധീനമുള്ള ഇടമാണ്. ഇപ്പോൾ VK പ്രശാന്താണ് CPMന്റെ അവിടുത്തെ MLA. അത് മുമ്പ് മുരളീധരനായിരുന്നു, K മുരളീധരൻ കോൺഗ്രസിലെ. അത് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. അത് എങ്ങനെയെങ്കിലും CPM അത് നിലനിർത്താൻ നോക്കുമ്പോൾ BJP അത് കടന്നാക്രമിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ കൃഷ്ണകുമാർ അവിടെ രാപ്പകൽ അധ്വാനമാണ്. അവിടെ മണ്ഡലത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കൃഷ്ണകുമാർ ഇപ്പോൾ സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലുള്ള സീറ്റുകൾ കോർപ്പറേഷനിൽ എത്തിക്കുക എന്നുള്ള പ്രധാന ചുമതല കൃഷ്ണകുമാറിനുണ്ട്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിലെ ശ്രീലേഖ IPSനാണ് ആ ചുമതല കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിലെ വാർഡുകൾ ഈ 2 മണ്ഡലങ്ങളിൽ ഇവരായിരിക്കും മത്സരിക്കുക. തിരുവനന്തപുരം സെൻട്രൽ ശ്രീലേഖ IPS ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാറുമായിരിക്കും. അത്തരത്തിലാണ് ഈ പാർട്ടി കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. തൃശ്ശൂരിലെ ഏതാണ്ടൊരു 10-15 വാർഡുകള് നമ്മുടെ പത്മജ വേണുഗോപാലിനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം തൃശ്ശൂരിലെ നിയമസഭാ സീറ്റിൽ പത്മജയ്ക്ക് കൊടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കാരണം തൃശ്ശൂരിൽ 2021 മത്സരിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പത്മജയെ പരിചിതമാണ്, പത്മജയ്ക്കും തൃശ്ശൂരിനെ പരിചിതവുമാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പിൻബലം കൂടി ഉള്ളത് കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പാർട്ടി കരുതുന്നത്. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർക്ക് തന്നെ മേൽനോട്ടം ഓരോ ഇടങ്ങളിലും കൊടുത്തുകൊണ്ടാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുവയ്പും കൂടിയായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.